ഫെർണാണ്ടസ് മാൻഷൻ. ഒരു രുചികരമായ ഭക്ഷണത്തിന്റെ ആകർഷകമായ ഗന്ധം ആ വീടിന് ചുറ്റുമുള്ള കാറ്റിൽ നൃത്തം ചെയ്തു. ഗാഥ കിച്ചണിലായിരുന്നു. ജോലിക്കാരെ എല്ലാവരെയും പുറത്താക്കി ഇന്ന് റേയ്ക്കുള്ള അത്താഴം താനാണ് ഉണ്ടാക്കുന്നതെന്ന് അവൾ പറഞ്ഞു. അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ആ പരക്കുന്ന ഗന്ധത്തിൽ നിന്നറിയാമായിരുന്നു. അവൾ അവന് വേണ്ടി ചപ്പാത്തിയും ചിക്കൻ ഗ്രേവിയും വെജിറ്റബിൾ കുറുമയുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഒരു സിമ്പിൾ പിങ്ക് ഡ്രസ് ധരിച്ച ഗാഥ അവന്റെ മുന്നിൽ പാത്രത്തിലേക്ക് അവൾ പാകം ചെയ്ത ചപ്പാത്തിയും കറികളും വിളമ്പി. അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി, അവന്റെ പ്രതികരണം എന്താവുമെന്നറിയാൻ. എന്നാൽ പതിവ് പോൽ ഇരുണ്ട വസ്ത്രങ്ങൾ ധരിച്ച് നിർവികാരനായ റേ പ്രത്യക്ഷമായ പ്രതികരണങ്ങളൊന്നും നൽകാതെ നിശബ്ദമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊന്ന് തല ഉയർത്തി നോക്കിയ റേ കാണുന്നുണ്ടായിരുന്നു തന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗാഥയെ. അവൻ തല ഉയർത്തി തന്നെ സൂക്ഷിച്ചു നോക്കുന്ന പെൺകുട്ടിയെ നോക്കി. കൊള്ളാം, നന്നായിട്ടുണ്ട്. അവൻ കഴിക്കുന്നത് തുടരുന്നതിന് മുൻപ് അതേ ശൂന്യമായ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു കൈയിൽ മുഖമമർത്തി പുഞ്ചിരിക്കുകയാണ് ഗാഥ ചെയ്തത്. അവൾ അവനു വേണ്ടി പാകം ചെയ്ത ഭക്ഷണമെങ്കിലും അവൻ കഴിക്കുന്നുണ്ടല്ലോ, മാത്രമല്ല അവനിൽ നിന്ന് ഇത്രയെങ്കിലും കേട്ടല്ലോ എന്നൊക്കെ ഓർത്ത് അവൾ സന്തോഷിച്ചു. ഇനിയെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടായിക്കോട്ടെ. എന്തിന്? എന്തിനെന്നോ? അത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അപ്പൊ ഇതൊക്കെ എനിക്ക് ചെയ്യാലോ. പിന്നെ എന്തായാലും എനിക്കിവിടെ വലിയ പണിയൊന്നുമില്ലല്ലോ. വലിയ പണിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവളുടെ ശബ്ദം ചെറുതായി ഇടറിയതും അവൻ ശ്രദ്ധിച്ചു. തനിക്കിവിടെ ബോറടിക്കുന്നുണ്ടോ? അത് ഗാഥയ്ക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കിട്ടിയില്ല. അതങ്ങനെയല്ല, പകൽ മുഴുവൻ വീടിനുള്ളിൽ ഇരുന്ന് ശീലിച്ചിട്ടില്ല, അതായിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ അടുത്തില്ലാത്തപ്പോ. പക്ഷെ സാരമില്ല, എനിക്കത് പെട്ടെന്ന് ശീലമാകും. തനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും തന്റെ ആഗ്രഹങ്ങൾ അതെന്താണെങ്കിലും നടത്താം. റേയുടെ വായിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വന്ന നിമിഷം അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഗാഥ പെട്ടെന്ന് എഴുന്നേറ്റു. അവൾ ആ എഗ്രിമെന്റ് ഒപ്പിട്ടപ്പോൾ അവൾ തന്റെ ശരീരം മാത്രമല്ല അവളുടെ ഭാവിയും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു. അവൾ തന്റെ എല്ലാ ആഗ്രഹങ്ങളും കുഴിച്ചുമൂടി. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോ ഗാഥയ്ക്ക് സ്വയം ഒന്നും വിശ്വസിക്കാനായില്ല. റേ ഗാഥയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിശ്വസനീയത കൊണ്ട് നിറഞ്ഞ അവളുടെ മുഖവും വിടർന്ന കണ്ണുകളും തുറന്ന വായയും കണ്ടപ്പോൾ അവനൊരു രസം തോന്നി. ഈ പെൺകുട്ടിക്ക് ഇത്ര ചെറിയ സർപ്രൈസ് കൊടുക്കുമ്പോൾ അത് ഇത്ര നല്ല കാഴ്ചയായിരിക്കുമെന്ന് കരുതിയില്ല. നീ എന്റെ റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം, എന്നോടുള്ള നിന്റെ ഉത്തരവാദിത്വത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നിടത്തോളം നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ പറ്റും. അതിനൊരു തടസ്സവുമില്ല. റേ കൂട്ടിച്ചേർത്തു. അവളുടെ തിളക്കമുള്ള കണ്ണുകൾ പതിവിൽ കൂടുതൽ ആയിരക്കണക്കിന് വജ്രങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നത് പോലെ തിളങ്ങി. താങ്ക് യു. അവൾ അവന്റെ നീണ്ട സുന്ദരമായ കൈ തന്റെ കയ്യിലെടുക്കാൻ നീട്ടി. എന്റെ സ്വപ്നങ്ങളെന്നും നിങ്ങൾക്ക് മുന്നിൽ രണ്ടാമതായിരിക്കുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. നിങ്ങളായിരിക്കും എപ്പോഴും എന്റെ മുൻഗണന. പ്രോമിസ്. ഗാഥ നിശബ്ദമായി റേയുടെ കൈ ഉയർത്തി കണ്ണുകൾ അടച്ച് അവൾ മാന്ത്രിക കഥയിലെ സൗമ്യനായ ഒരു രാജകുമാരനെ പോലെ അവന്റെ കയ്യിൽ ചുംബിച്ചു. റേ ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. അവളുടെ ഇളം ചൂടുള്ള നനുത്ത അധരങ്ങൾ അവന്റെ കയ്യിൽ പതിച്ച നിമിഷം തനിക്ക് വൈദ്യുതാഘാതമേറ്റതായി അയാൾക്ക് തോന്നി. ഗാഥയുടെ ചുംബനത്തിൽ സ്വയം മറന്നു നിൽക്കുന്ന റേയെ കണ്ട് അല്പം മാറി നിന്ന് അവരെ വീക്ഷിക്കുന്ന കാർത്തിക്ക് ചിരി അടക്കാനായില്ല. അവൻ ശബ്ദം അടക്കിപ്പിടിച്ച് ചിരിച്ചു. സാധാരണ കഥകളിൽ രാജകുമാരന്മാരാണ് രാജകുമാരികൾക്ക് ഇങ്ങനെ ഒരു ചുംബനം നൽകുക. ഇവിടെ അത് നേരെ തിരിച്ചായെന്നേ ഉള്ളൂ. ഗാഥയാണ് ഈ കഥയിലെ രാജകുമാരൻ. കാർത്തിക് ഓർക്കുമ്പോൾ വീണ്ടും ചിരി വന്നു. അവൻ അവരെ തന്നെ നോക്കി നിന്നു. റേ എപ്പോഴും ഏതോ ലോകത്തെന്ന പോലെയാണ്. ഗാഥയാണേൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വഴിയറിയാതെ നിൽക്കുന്നവളെ പോലെ. അല്പം കഴിഞ്ഞ് ഗാഥ തിരിഞ്ഞു. അവളുടെ ചെയറിന് അടുത്തേക്ക് നടന്നു. അവളുടെ ചെയറിൽ ഇരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ നിറഞ്ഞു നിന്ന അഗാധമായ നിശബ്ദത തകർത്ത് ഗ്ലാസ് താഴെ വീണ് പൊട്ടിത്തെറിക്കുന്ന വലിയ ശബ്ദം കേട്ടത്. ഗാഥയും റേയും പെട്ടെന്ന് ശബ്ദം വന്ന ഭാഗത്തേക്ക് തല തിരിച്ചു. ജനലിനരികിൽ കാറ്റിലിളകുന്ന ചാര നിറത്തിലുള്ള കട്ടന് പിന്നിൽ വിളറിയ മുഖത്തോടെ
ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കാണാമായിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ ഒരു സുന്ദരനായ പയ്യനെ അവിടെ കണ്ടു. അവനെ കണ്ടയുടൻ ഗാഥയുടെ മുഖം വിളറി. അവൾ പ്രേതത്തെ കണ്ടതുപോലെ ഭയന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ഗാഥ നിലവിളിച്ചു. അവൾ പെട്ടെന്ന് തല തിരിച്ച് മുഖം പൊത്തി. അവൾ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞ് അലറിയപ്പോൾ റേ അങ്ങോട്ട് നോക്കി, അവിടെ ആരാണെന്നറിയാൻ. ഗാഥ നല്ലോണം ഭയന്നു. കാരണം അതിനു മുൻപ് വേറെ ആരും അവിടെ ഇല്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇത്രയും നേരം താനും റേയും ഇവിടെ തനിച്ചായിരുന്നു. കാർത്തി വാതിലിനപ്പുറം നിന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചിരുന്നു. അവ നീണ്ട മേശയ്ക്ക് കുറുകെയുള്ള മാസ്ക് ധരിച്ചയാളിൽ പതിച്ചു. അവളുടെ മനസ്സിൽ ആ നിമിഷം അവന്റെ അടുത്തേക്ക് എത്തുക എന്നൊരു ചിന്ത വന്നു. അവനെ തന്നെ രക്ഷിക്കാനാവൂ എന്നതുപോലെ. അവൾ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. മുട്ടുകുത്തിയിരുന്ന് മേശയ്ക്കടിയിലൂടെ നേരെ റേയുടെ അടുത്തേക്ക് മുട്ടിലിഴിഞ്ഞു. അവന്റെ അടുത്തെത്തിയ നിമിഷം തന്നെ ഗാഥ വേഗം റേയുടെ തുടയിൽ അള്ളിപ്പിടിച്ചു. റേ അവളുടെ പ്രവൃത്തി കണ്ട് നെറ്റിച്ചുളിച്ചു. അവളുടെ ശരീരത്തിന്റെ വിറയിൽ തന്റെ കാലിൽ അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ അവളുടെ ഭയത്തിന്റെ അളവ് മനസ്സിലായത്. ഗാഥ വിറയ്ക്കുന്ന കൈകളോടെ പേടിച്ചരണ്ട ഒരു കൊച്ചു മുയലിനെ പോലെ തന്റെ തുടയിൽ മുറുകെ കെട്ടിപ്പിടിച്ചു നോക്കുമ്പോൾ അവൻ പതിയെ അവളെ സമാധാനിപ്പിക്കും പോലെ അവളുടെ തലയിൽ തഴുകി. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ അവൻ അറിയില്ലായിരുന്നു. ഏയ്, ഇത് പ്രേതമല്ല, വിഷ്ണുവാണ്. അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. ദാ നോക്ക്. റേയുടെ വാക്കുകൾ കേട്ടെങ്കിലും ഗാഥയ്ക്ക് തല ഉയർത്തി നോക്കാൻ കഴിഞ്ഞില്ല. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരിപ്പാണ്. പേടിക്കണ്ട, അത് പ്രേതമല്ല, വിഷ്ണുവാണ്. കണ്ണു തുറന്നു നോക്കൂ, ഞാനില്ലേ ഇവിടെ. ആ ശബ്ദം കേട്ടപ്പോൾ ഗാഥയ്ക്ക് അല്പം ആശ്വാസം തോന്നി. അവൾക്കറിയാം, അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ടാവാം താൻ പേടിച്ചതെന്ന്. എന്നാലും ഉള്ളിലെ ഭയവും പ്രേതമാണെന്ന വിശ്വാസവും മാറുന്നില്ല. കണ്ണു തുറന്നു നോക്കൂ. റേയുടെ ശബ്ദം വീണ്ടും കേട്ടു. വേണ്ട, ഞാൻ പിന്നെ നോക്കാം. അവൾ സ്വയം റിലാക്സ് ആവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല, പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റേയുടെ കാല് വിടാതെ തന്നെ തല ഉയർത്തി അവൾ മെല്ലെ ടേബിളിന്റെ മുകളിലൂടെ ഒരു നോട്ടം നോക്കി. അവിടെ ഇനിയും പ്രേതം തന്നെയാണോ നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നോക്കുന്നത് പോലെ. പക്ഷേ അവൻ ശരിക്കും പ്രേതമായിരുന്നില്ല. സുന്ദരനായ ഒരു ചെറിയ പയ്യനായിരുന്നു. അവൾ ഈ വീട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ അവനെ പരിചയപ്പെട്ടിരുന്നു. വിഷ്ണു എന്നായിരുന്നു അവന്റെ പേര് എന്നവൻ അന്ന് പറഞ്ഞിരുന്നത് അവൾ ഓർത്തു. വിഷ്ണു അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്നു. അവളെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, അത് മാഡം, ഐ എം സോറി, ഐ എം റിയലി സോറി. അവൻ വീണ്ടും വീണ്ടും ക്ഷമാപണം നടത്തി. ഇല്ല, കുഴപ്പമില്ല, ഇത് എന്റെ മിസ്റ്റേക്കാണ്, ഞാൻ പെട്ടെന്ന് പേടിക്കും. അവൾ ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ റേയുടെ കാലിൽ അപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. അവൾ അപ്പോഴും അല്പം ഭയപ്പെട്ടു. കാരണം അവൾക്കുറപ്പായിരുന്നു മുൻപ് ആരും അവിടെ ഇല്ലായിരുന്നു എന്ന്. അവനൊരു പ്രേതമല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൻ അകത്ത് കയറി? അതായിരുന്നു അവളുടെ ഭയത്തിന് കാരണം. അവളുടെ തൊട്ടു മുന്നിലായിരുന്നു ഡോർ. അതിനാൽ അവൾ കാണാതെ ആർക്കും അകത്തേക്ക് കടക്കുക അസാധ്യമായിരുന്നു. അവന്റെ സാന്നിധ്യം പോലും അവൾക്ക് അനുഭവപ്പെട്ടില്ല. ഇനി അവൻ വന്നത് അറിയാഞ്ഞതുകൊണ്ടാണോ, അതോ ഇവൻ ഇനി ശബ്ദമുണ്ടാക്കാതെ വന്നതുകൊണ്ടാണോ അറിയാഞ്ഞത്? അവൾ സ്വയം ബോധ്യപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്താൻ ആഗ്രഹിച്ചു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഇപ്പോഴും വിശ്വാസമായില്ലേ? എന്നാൽ അവനെ ഒന്ന് തൊട്ടു നോക്ക്, ഉറപ്പിക്കാലോ. റേയുടെ ശബ്ദം കേട്ട് ഗാഥ പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കി. അവൻ പറഞ്ഞത് വിശ്വസിക്കാനാകാത്ത പോലെ അവളുടെ നെറ്റികൾ പെട്ടെന്ന് ചുളിഞ്ഞു. അവൾ മനസ്സിൽ കരുതിയത് എങ്ങനെ അയാൾ കേട്ടു എന്നതായിരുന്നു അവളെ ഞെട്ടിച്ചത്. അവൾക്കെല്ലാം കൂടി ആകെ വട്ടായി. ഓ, നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്ന ഒന്ന് നിർത്ത് പ്ലീസ്. അത് റേ അല്പം കൺഫ്യൂഷനാക്കി. അല്ല, എപ്പോഴാണ് ഞാൻ അവളെ പേടിപ്പിച്ചത്? അവൻ ചിന്തിച്ചു. ഞാനോ? ഞാനെപ്പോഴാ തന്നെ പേടിപ്പിച്ചത്? റേ കാര്യം മനസ്സിലാവാതെ തിരക്കി. നിങ്ങൾക്കെങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഗാഥ അവനിൽ നിന്നും പിടിവിടാതെ തന്നെ അല്പം ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. റേ അവളെ മനസ്സിലാവാത്തതുപോലെ തിരിച്ചും നോക്കി നിന്നു.
എനിക്ക് മനസ്സിലായില്ല. റേ അവളെ സംശയത്തോടെ നോക്കി. സത്യം പറ, നിങ്ങൾ ഓനൊക്കെ പ്രേതമല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ഇവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു? നിങ്ങൾക്ക് എങ്ങനെ ഞാൻ മനസ്സ് വിചാരിച്ചതൊക്കെ മനസ്സിലായി? സത്യം പറ, നിങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? ഗാഥ അവളുടെ ഭയം മൂലം എന്താണ് പറയുന്നതെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. നോക്ക്, താൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു. അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവനങ്ങനെ പറഞ്ഞെങ്കിലും അത് വിശ്വാസമില്ലാത്ത പോലെ ആയിരുന്നു അവൾ അവനെ നോക്കിയത്. അവരുടെ ഇടയിലേക്ക് ഇനിയും വന്നില്ലെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് അതൊക്കെ കണ്ടുനിന്ന കാർത്തിക്ക് മനസ്സിലായി. അവൻ അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഇറ്റ്സ് റിയലി ഫൈൻ ഗാഥ. അവൻ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ ശബ്ദം കേട്ട ഉടനെ ഗാഥ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ നേരെ ചാടി വീഴുകയും അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ ഒളിക്കുകയും ചെയ്തു. ഏയ് ഗാഥ! കാർത്തി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പക്ഷെ അയാൾ ആദ്യം ചെയ്തത് മാസ്ക് ധരിച്ച തന്റെ മുന്നിലുള്ള ആളെ നോക്കുക എന്നതാണ്. അവൻ നോക്കിയപ്പോൾ റേയുടെ മുഖം അവിശ്വസനീയമാം വിധം ഇരുണ്ടതായി മാറി. കാർത്തിയുടെ ഇടുപ്പിൽ വച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ അവന്റെ നോട്ടം പതിഞ്ഞിരുന്നു. അവൾ മറ്റൊരാളെ സ്പർശിക്കുന്ന കാഴ്ച അവന് വേദനാജനകമായിരുന്നു. കാർത്തിക്ക് വാപുത്ത് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നിൻമുഖം തെളിഞ്ഞിടും, നീ എന്നും നിറഞ്ഞിടും